കോഴിക്കോട് ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ പെർമിറ്റില്ലാതെ നിരത്തിലിറങ്ങുന്നു. അത് ശരി, അപേക്ഷ നൽകിയെന്ന പേരിൽ താൽക്കാലിക പെർമിറ്റ് പോലും എടുക്കാതെ സർവീസ് നടത്തുന്നു. അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ഒന്ന് കേൾക്കാം. 14 ജൂലൈ 24 തീർന്നത് പെർമിറ്റ്. നമ്മൾ അനുവദിക്കുന്ന 25 ഏപ്രിൽ 25 പുതിയ റിന്യൂവൽ അപ്രൂവ് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ പെർമിറ്റ് ഇല്ല, ടെമ്പററി പെർമിറ്റ് കൊടുത്തിട്ടില്ല ഈ വണ്ടിക്ക്. സാധാരണ ഇപ്പം നമ്മൾ ഈ പെർമിറ്റ് അപ്രൂവ് ആവോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണ ടെമ്പററി പെർമിറ്റ് എടുക്കുന്നതാണ് വണ്ടികൾ. ചില ഓണർമാർ ടെമ്പററി പെർമിറ്റ് എടുക്കലുണ്ട്, 4 മന്ത് TP എടുക്കലുണ്ട്. ചില കാരണങ്ങളാൽ നമ്മൾ റിന്യൂ ചെയ്യൂല. റിജക്ട് ചെയ്താൽ അവർക്ക് ഇൻഷുറൻസ് കിട്ടൂല. അത് പെർമിറ്റ് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് പിന്നോട്ടാണ്, അത് ബൈ മിസ്റ്റേക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ബൈ മിസ്റ്റേക്ക് വന്നതാണ്, നമ്മളെ മിസ്റ്റേക്കാണ്. കഴിഞ്ഞ മാസം 22-ാം തീയതി അമിത വേഗത്തിൽ ഓടിയതിന് ബസ് കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പോലീസും ഇപ്പോൾ ഇതിൽ ഇടപെടുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിനോട് വിവരങ്ങൾ തേടുകയാണ് പോലീസ്. AK അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഇതെന്താ സംഭവിക്കുന്നത്? കോഴിക്കോട് ഓടുന്ന പല ബസ്സിനും പെർമിറ്റൊന്നും ഇല്ലെന്ന് കേൾക്കുന്നു. താൽക്കാലിക പെർമിറ്റൊന്നും ഇല്ലാതെയാണോ ഇങ്ങനെ ഈ ഹോൺ അടിച്ച് ടൗണിലൂടെ ഇങ്ങനെ പുള്ളിപ്പുലി പോലെ ചേറിപ്പായുന്നത്? തീർച്ചയായിട്ടും അമിത വേഗതയിൽ കസ്റ്റഡിയിലെടുത്ത് ഓടിയ ബസ്സിനെ കസ്റ്റഡിയിലെടുത്തു. അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ബസ്സിന് പെർമിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന ബസ് 22-ാം തീയതി, അത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്ന് പരിശോധിച്ചപ്പോൾ പെർമിറ്റ് ഇല്ല. ജൂലൈ 14, അതായത് കഴിഞ്ഞ വർഷം ജൂലൈ 14 പെർമിറ്റ് അവസാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് ബസ് ഉടമകൾ പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ പെർമിറ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് വിശദീകരണം ലഭ്യമാകുന്നത്. കഴിഞ്ഞ മാസം 25-ാം തീയതി, അതായത് ബസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമാണ് പെർമിറ്റ് അനുവദിച്ചത്. അതായത് സാങ്കേതികമായി പെർമിറ്റ് കഴിഞ്ഞ് 25-ാം തീയതി മുതൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ അപേക്ഷ പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ പെർമിറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പെർമിറ്റായി കണക്കാക്കാൻ കഴിയില്ല. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ ബസ് അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോലും ബസ് ഉടമകൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഈ TP, അതായത് താൽക്കാലിക പെർമിറ്റ് എടുത്തുകൊണ്ടാണ് ഉടമകൾ ബസ് ഓടിക്കാറ്. പക്ഷേ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ താൽക്കാലിക പെർമിറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. KL 1847-45 എന്ന് പറയുന്ന ബസ്സാണ് അന്ന് നാദാപുരം പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരികയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നേരത്തെ ഈ പെർമിറ്റ് അനുവദിക്കുന്ന ഘട്ടത്തിൽ ഏപ്രിൽ 14 മുതൽ പെർമിറ്റ് അനുവദിച്ചിരുന്നു. അതായത് ജൂൺ 24 അപേക്ഷ നൽകുന്നത്. പക്ഷേ ഏപ്രിൽ മാസം മുതൽക്ക് തന്നെ പെർമിറ്റ് അനുവദിച്ചു. അതായത് പെർമിറ്റ് അവസാനിക്കുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പെർമിറ്റ് അനുവദിച്ചതായി മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു അവർ നിരന്തരം ഇതിൽ തിരുത്തൽ വരുത്തുകയും അവസാനം ജൂലൈ 14 മുതൽ പെർമിറ്റ് അനുവദിച്ചതായിട്ടാണ് ഇപ്പോൾ അവസാനം ഈ പരിവാഹൻ വാഹന സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. കാരണം നിരവധി വാഹനങ്ങൾ അപേക്ഷ നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നിരത്തിലോടുന്നുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യാൻ പാടില്ല. താങ്ക് യു AK അഭിലാഷ്. ബസ് ഉടമകളോടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് യാത്രക്കാരോടുള്ള ദ്രോഹം കൂടിയാണ്. വണ്ടി എന്തെങ്കിലും കാര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇൻഷുറൻസിൽ നിങ്ങൾ പെർമിറ്റ് ഇല്ലാതെ വണ്ടി പുറത്തിറക്കരുത്. താൽക്കാലിക പെർമിറ്റിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം കിട്ടുമല്ലോ. കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അക്കാര്യത്തിൽ ബസ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് ആവശ്യമില്ലാതെ പൊല്ലാപ്പിനൊക്കെ പോകുന്നത്?